ഹലോ, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുവാണ്. നമ്മൾ അത്തം കഴിഞ്ഞത് പിന്നെ അത്തപ്പൂക്കളം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഓണത്തിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മൾ ആ വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിന് പൂക്കളിട്ട് പൂക്കൾ നൽകിയ പുഷ്പങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞത്. ഉഷമല്ലരി, കോസ്മസ്, പിന്നെ നമ്മൾ തുമ്പ, തുളസി, മുക്കുറ്റിയൊക്കെ എടുക്കേണ്ടത്. നമുക്ക് തന്ന പൂക്കൾ തന്ന ചെടികളൊക്കെ അഴുകി നിൽക്കുന്നത്, ചെമ്പരത്തി. പിന്നെ നമ്മൾ ഈ പുറകുവശത്ത് കൂടെ ചെടികൾ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് റോസാപ്പൂ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ മൊത്തം റോസയായിരുന്നു. റോസ നട്ടിട്ട് പിടിച്ചില്ല. 40 തരം റോസ ഇട്ടിട്ട് 40 കളർ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ആകപ്പാടെ ഒരാൾ നിൽപ്പുണ്ട്. പിന്നെ എനിക്ക് ഈ റോസയെല്ലാം പോയാലും പിന്നെ ചട്ടി ചുമ്മാ ഇരിക്കണ്ടല്ലോ നോക്കുമ്പോൾ ഇത് വെച്ചേക്കാം, ഈ ചെടി വെച്ചേക്കാം. നമുക്കിവിടെ കുറേ കോസ്മസ് വീണ് കിടന്ന് അരിയൊക്കെ മുളച്ച് കിട്ടിയതാണ്. ഇവിടെ നമ്മളിത് വാളമുളി ഇപ്പുണ്ട്, ഇത് കോസ്മസ് ഉണ്ടോ. ഇതൊക്കെ നമുക്ക് ഓണത്തിന് പൂ നൽകിയത്. മുക്കുറ്റി, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മുക്കുറ്റി ഉണ്ട്, വീരാർനെല്ലി ഉണ്ട്, കനകാമ്പരം ഇത് കൂടുതൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇതൊക്കെയാണ് നമുക്ക് പൂക്കൾ നൽകിയ ചെടികൾ. ഇവിടെയാണ് എൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള ഭാഗങ്ങൾ. അതൊക്കെ ഇവിടെയൊക്കെ വാഴപ്പൂവൊക്കെ നിൽപ്പുണ്ട്, പക്ഷേ ചെടി പൂക്കളില്ല. പിന്നെ കളച്ചെടികളാണ് കൂടുതൽ. ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് എനിക്ക് മനസ്സിൽ തോന്നി, പെട്ടെന്ന് പോകുന്നതാണ്. പക്ഷേ കുറച്ചും കൂടി നേരത്തെ എടുത്തെങ്കിൽ നമുക്ക് നല്ലൊരു പച്ചപ്പൊക്കെ കിട്ടിയത്. വേറെ 2 പുളിയപ്പുണ്ട് ഇവിടെ, കുറച്ച് വലുതായി. പിന്നെ അതിവിടെ മൊത്തം കാട് കയറി കിടക്കുക. അവിടെയൊക്കെ ഒരു തെളിച്ചതാണ്, പിന്നെയും കാട് കയറുക. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഈ സർപ്പപ്പോളം കൊണ്ടുവന്ന് വെച്ചേക്കുക. എന്നാൽ കാട് കയറാതിരിക്കാൻ വേണ്ടി ഇത് കൊണ്ടുവന്ന് വെച്ചത്. ഇത് കുറേ അടച്ചു കൂടുകയാണെങ്കിൽ പിന്നെ ഇത് തെളിക്കണ്ടല്ലോ. വീണ്ടും പുല്ല് കയറി. ഈ പുല്ല് നശിപ്പിക്കാൻ ഒരു മാർഗ്ഗവുമില്ല, നമ്മൾ വെട്ടി മടുക്കുക. ഉണ്ടോ, അതുപോലെ നമ്പ്യാർ വട്ടം ഉണ്ട്. സൈക്കിൾ പൂ എന്ന് പറഞ്ഞാൽ ഈ ചെടി ഇത് വേറെ പേരാണ്, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പേര് വേറെ. നമുക്ക് സൈക്കിൾ പൂ എന്നാണ് ഞങ്ങളൊക്കെ പറയണത്. കല്യാണ സൗന്ദര്യം ഇത് വേറൊരു സൈക്കിൾ ചെടിയാണ്. ഇത് ഉള്ളിലൊക്കെ മഞ്ഞക്കോളാമ്പി അങ്ങനെയൊക്കെ ഉള്ളുണ്ട്. നമ്പ്യാർ വട്ടം. ഓണത്തിൻ്റെ പൂക്കളൊക്കെ ഞാൻ ബാലൻസ് വന്നത് ഇവിടെ കൊങ്ങിനി പൊടിഞ്ഞിട്ടുള്ളത്. അതിന് കുറച്ച് കഴിയുമ്പോൾ അവൻ വലുതായി വന്നത്. മുക്കുറ്റി നിൽപ്പുണ്ട് ഇഷ്ടം പോലെ. നമ്പ്യാർ വട്ടം നിൽക്കണുണ്ടോ. വെയിലായതുകൊണ്ട് ഇപ്പം ചെറിയൊരു മങ്ങൽ വന്നിട്ടുണ്ട് വെയിലിന്. ഇത്രയും പൂക്കളൊക്കെയാണ് നമ്മൾ ഓണത്തിന് ഇവിടുന്ന് നമുക്ക് പൂക്കൾ കിട്ടിയത്. നമ്പ്യാർ വട്ടം, തുളസി, തുമ്പ, കയ്യാലപ്പച്ച. പിന്നെ താഴത്ത് കുറച്ച് മഞ്ഞ 2 തട്ടുള്ള ചെമ്പരത്തി നിൽപ്പുണ്ട്. പിന്നെ ഉഷമല്ലരി ഈ പുറവശത്തൊക്കെ നിൽപ്പുണ്ട്. അവിടെയൊക്കെ ചെടികൾ നിൽപ്പുണ്ട്. പൂക്കൾ കുറവല്ല, ചെടികളും നിൽപ്പുണ്ട്, ശരി പൂക്കൾ കുറവാണ്. ഇവിടെയും കോസ്മസൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കളറിലൊക്കെ ഓണത്തിനിടാൻ പൂ കഴിഞ്ഞില്ലെങ്കിൽ എന്നൊക്കെ ഓർത്താണ് നമ്മൾ ഇരുന്നത്. ഇതുണ്ട്, ഇവിടെ ചെമ്പരത്തി പൂട്ട് നിൽക്കണം. ഇങ്ങനെയൊക്കെയാണ് ഒരു പകുതിയിലേറെ നമുക്ക് ഇവിടെ നിന്നാണ് പൂക്കൾ കിട്ടിയത് നമുക്ക്. പിന്നെ നമ്മളിത് അവിടെയൊക്കെ ഉണ്ട് തുളസി ഇഷ്ടം പോലെ. പിന്നെ ഇത് കാക്കപ്പൂവിൻ്റെ 2 തരമുണ്ട്. ഇതിനെയൊക്കെ പേരറിയാൻ പാടില്ല. എന്നൊക്കെ ദേവദാരു എന്ന് പറഞ്ഞാൽ മതി. അതേ നിൽക്കണേ ദേവദാരു. കയ്യാലപ്പച്ച ഇഷ്ടം പോലെ ഉണ്ട് താഴത്തെ പറമ്പിൽ. മുക്കുറ്റി, ഇതൊരു മഞ്ചാടി എന്ന് പറഞ്ഞ മരം. ഇതിനകത്ത് ഉണ്ടായിട്ടില്ല, അതൊരു ചിത്രശലഭം ഇരിപ്പുണ്ട് അവിടെ. അത്ര കോസ്മസ് പിടിപ്പിച്ചിട്ടുണ്ട് പട്ടിക്കൂടിൻ്റെ അടുത്ത്. ഇവരൊക്കെ പൂട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഓണം കഴിഞ്ഞപ്പോഴാണ് അവരൊക്കെ ഓണമുള്ളത്. ഇവിടെ കൊങ്ങിനി ഇപ്പുണ്ട്, ചുവന്ന കൊങ്ങിനി. ഇത് നട്ടിട്ടുള്ളൂ.
എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ.